ഗർഗമണി പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. ശീല പ്രഭുപാദ് ആദ്യം ന്യൂയോർക്കിലായിരുന്നു, പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി, പിന്നെ തിരിച്ച് ന്യൂയോർക്കിൽ വന്നു. അവിടെ വെച്ച് സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യയിൽ പോയിട്ട് വീണ്ടും ന്യൂയോർക്കിൽ വന്നു. എന്നിട്ട് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ ഒന്നും കൂടെ പോയി. 1967 ഈ മാർച്ച് സമയത്തൊക്കെ അവിടെ ഈ സാൻ ഫ്രാൻസിസ്കോയിൽ ഹിപ്പീസിന്റെ ഭയങ്കര ഒരു കൂട്ടമാണ്. ഏകദേശം 1 ലക്ഷത്തോളം ഹിപ്പീസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് എല്ലാവരും ഈ ആത്മീയത വളർത്താൻ വേണ്ടിയാണ് ആ ഹിപ്പി ഇതിലേക്ക് വന്നത്. അപ്പം അത് വളരെ നല്ലതായിട്ട് ലോകത്തിലെല്ലാവരും പറയുന്ന ഒരു കാര്യം. വളരെ നല്ലതെന്ന് വെച്ചാൽ ഈ ഭൗതികമായ ജീവിതം മടുത്തിട്ടാണ് ഈ യുവാക്കളെല്ലാം കൂടെ കൂടിയത്. ഇത് ശ്രീല പ്രഭുപാദ് വരുന്നതും അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പം അതാണ് പ്രഭുപാദിന്റെ മൂവ്മെന്റിന് തുടക്കത്തിൽ ഇത്രയും ഒരിത് വന്നത്. അത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് അങ്ങനെ എല്ലാവരും 1967 സമ്മറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ കൂടി. അതുകൊണ്ട് പിന്നെ 1968 ശീല പ്രഭുപാദ് വീണ്ടും സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നു. അവിടെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷെ ഈ 1 വർഷം മാത്രമേ ഈ ഹിപ്പി റെവല്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ക്രമേണ അതങ്ങ് ഇല്ലാതായി തുടങ്ങുക. എന്നുവെച്ചാൽ അവിടെ ഡ്രഗ്സിന്റെയും ഡ്രഗ്സ് ആദ്യമേ യൂസ് ചെയ്യുമായിരുന്നെങ്കിലും എല്ലാവരും സമാധാനം വേണം എന്ന് ആഗ്രഹിച്ചാണ് എല്ലാ യുവാക്കളും അന്ന് 1967 സമയത്ത് വന്നത്. പിന്നെ അത് പതുക്കെ വീണ്ടും അങ്ങ് മോശത്തിലേക്കായി. പിന്നെ എല്ലായിടത്തും പിടിച്ചു പറയും, ഈ വീടുകൾ കൊള്ളയടിക്കുകയും കൊലപാതകങ്ങളൊക്കെ നടന്നു തുടങ്ങി. ഗർഗമണി പ്രഭു പറയുന്നത്, പ്രഭുപാദ് വീണ്ടും സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന സമയത്ത് ഒരു ദിവസം ഒരാഴ്ചയിൽ 7 കൊലപാതകം നടന്നിരുന്നു പ്രഭുപാദ് നടന്നു. അപ്പോൾ ഒരു ദിവസം പ്രഭുപാദ് താമസിച്ചിരുന്ന സമയത്ത് മുകളിലത്തെ ഇതിലാണ് താമസിച്ചത്. അത് പീസ്ഫുൾ ആയിട്ടുള്ളത്. താഴത്തെ ഇതിൽ ഭയങ്കര ഈ ജനലുകളൊക്കെ പൊട്ടുന്ന സൗണ്ടും ഭയങ്കര ഉച്ചത്തിലുള്ള അട്ടഹാസവും ഇതെല്ലാം കേട്ട് പ്രഭുപാദ് അദ്ദേഹത്തിനോട് ജയനന്ദ പ്രഭു ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, നമുക്ക് ഇവിടെ നാളെ തന്നെ പോകാമെന്ന് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദിന് അടുത്ത സ്ഥലത്തേക്ക് വരുന്ന സിയാറ്റലിലേക്കാണ് വന്നത്. അപ്പൊ ആ സിയാറ്റലിലാണ് ഈ ഗർഗമണി പ്രഭു അപ്പൊ താമസിച്ചുകൊണ്ടിരുന്നത് 1968. അപ്പൊ പെട്ടെന്ന് അവര് ഈ ടെലഗ്രാം അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പ്രഭുപാദിന് താമസിക്കാനായിട്ടൊരു സൗകര്യം ഒരുക്കണമല്ലോ. അപ്പൊ അദ്ദേഹം അപ്പൊ 4 മണിക്കാണ് അദ്ദേഹത്തിന് ടെലഗ്രാം കിട്ടുന്നത്. 4 മണിയാകുമ്പോഴത്തേന് ഈ റിയൽ എസ്റ്റേറ്റുകാരെല്ലാം അത് അവരുടെ ബിസിനസ് നിർത്തിവെക്കും. അപ്പൊ നല്ല സ്ഥലം എവിടെ കിട്ടുക എന്ന് അന്വേഷിച്ച് ഗർഗമുനി അവസാനം ഒരു ഇത് കിട്ടി. ഒരു നല്ലൊരു ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് കിട്ടി. അങ്ങനെ അദ്ദേഹം അതിനകത്ത് റെഡിയാക്കി. പക്ഷെ അദ്ദേഹത്തിന് ആ തലേന്ന് മാത്രമേ അദ്ദേഹത്തിന് അത് കാണാനൊക്കെ പറ്റിയുള്ള ഫ്ലാറ്റ്. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം പ്രഭുപാദും ജയനന്ദ പ്രഭുവും കൂടെ അവിടെ എത്തി. അപ്പൊ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അകത്ത് വന്നു. പ്രഭുപാദ് അകത്ത് വന്ന ഉടനെ തന്നെ പ്രഭുപാദ് വേറെ ഒന്നും സംസാരിച്ചില്ല, നേരെ പോയി ഈ ജനലുകളെല്ലാം തുറന്നു. പ്രഭുപാദിന് എപ്പോഴും സൂര്യപ്രകാശമുള്ള റൂമുകളാണ് വേണ്ടത്. അതാ പ്രഭുപാദിന് ഏറ്റവും ഇഷ്ടം. അപ്പം പ്രഭുപാദ് ചെന്ന് റൂം തുറന്നപ്പോഴത്തേന് എല്ലാം ഫ്ലാറ്റിന്റെ മറ്റേ ഫ്ലാറ്റിന്റെ ഭിത്തികൾ മാത്രമേ കാണുന്നുള്ളൂ ഫുള്ളായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രഭുപാദ് ഇങ്ങനെ ഗർഗമുനി പ്രഭുവിനോട് പറഞ്ഞു, നീ നിന്റെ സ്പിരിച്വൽ മാസ്റ്ററിനെ ഒരു കാരാഗ്രഹത്തിൽ ഇട്ടേക്കാണോ എന്ന് ചോദിച്ചത്. തമാശയായിട്ടാണ് ചോദിച്ചത്. അപ്പം പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു ഭയങ്കര അത് ചിരിക്കാനൊന്നും തോന്നിയില്ല, അത് വിഷമം കാരണം. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ജയനന്ദ പ്രഭുവിനോടൊപ്പം തന്നെ ഗർഗമുനി പ്രഭു അന്വേഷിച്ചിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. പ്രഭുപാദ് പിന്നെ അങ്ങോട്ട് മാറുകയും ചെയ്തു. അതാണ് ഫസ്റ്റ് സിയാറ്റിൽ ടെമ്പിൾ. ഈ സ്ഥലമാണ് പിന്നെ വിഷ്ണുജന മഹാരാജും തമാൽ കൃഷ്ണ മഹാരാജും കൂടെ അതൊരു ടെമ്പിളാക്കി മാറ്റിയത്. ഈ രണ്ടാമത് കണ്ട അവിടെ ഏകദേശം യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം 3000-ഓളം സ്റ്റുഡൻസ് ഉള്ള സ്ഥലമായിരുന്നു അത്. അപ്പൊ അവിടെ വന്ന് അദ്ദേഹം പ്രഭുപാദ് അവിടെ വന്ന് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നാണ് അത് ടെമ്പിളായി മാറുന്നത്, പ്രഭുപാദ് താമസിച്ച സ്ഥലം. പ്രഭുപാദ് ആ ദിവസവും കൂടെ ഗർഗമുനി പ്രഭു പറയുന്നത്, പ്രഭുപാദിനെ ഒന്ന് മോർണിംഗ് വാക്കിന് നടക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പൊ ഒരു പാർക്കിലേക്ക് പോകുമായിരുന്നു എന്ന് പറയും. അപ്പൊ പാർക്കിലൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ ഒരുപാട് ഈ താറാവുകൾ അത് ഒരുപാടുണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് ഫസ്റ്റ് ഡേ നടന്നപ്പോഴത്തെ ഇവരെല്ലാം കണ്ടിട്ട്
ഗർഗമുനി പ്രഭുവിനോട് ചോദിച്ചു കയ്യിൽ എന്തെങ്കിലും പ്രസാദം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഗർഗമുനി പ്രഭു കുറച്ച് അലുവ കൊണ്ടുവന്നു. അപ്പോൾ പ്രഭുപാദ് ആ പാർക്കിന്റെ ബെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് താറാവിന് ഇട്ട് കൊടുത്തു. അപ്പം ഗർഗമുനി പ്രഭു അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുന്നത് പ്രഭുപാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യർക്ക് മാത്രം നല്ലത് വേണം എന്നല്ല ആഗ്രഹിക്കുന്നത്, എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വേണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന്. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. आनंद कोടി वैष्णव की जय, श्रील प्रभुपाद की जय, गुरुदेव